ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് മരിച്ചു വീണത്. ഈ സാഹചര്യത്തിൽ ഇതിന് സമാനമായ എന്തെങ്കിലും ഇനി സംഭവിച്ചാൽ ഇസ്രായേലിനെ കീഴടക്കുമെന്നാണ് ഈജിപ്ഷ്യൻ എംപി മുസ്തഫ ബക്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈജിപ്ത് ഇതുവരെ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു ലോകമഹായുദ്ധമായി മാറുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനുള്ള ഈജിപ്തിന്റെ തുറന്ന മുന്നറിയിപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. 1920 മുതൽ 1947 വരെ ബ്രിട്ടനാണ് പലസ്തീൻ ഭരിച്ചിരുന്നത്. അറബ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഇവിടെ വ്യാപകമായിരുന്നു. ഒരു ഘട്ടത്തിൽ ജൂതന്മാർ തങ്ങൾക്ക് പ്രത്യേക ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിഭജനം ആവശ്യപ്പെട്ടു. ഈ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒരു പദ്ധതിയുണ്ടായിരുന്നു. ഈ പദ്ധതി ജൂതന്മാരെ പിന്തുണച്ചു. 1947 ഐക്യരാഷ്ട്രസഭയും ഒരു പ്രമേയം പാസാക്കി. ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 180 അനുസരിച്ച് പലസ്തീനെ രണ്ടായി വിഭജിക്കുകയും പകുതി ഭാഗം ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ സൃഷ്ടിക്കുകയും ബാക്കി പകുതി പലസ്തീനായിരിക്കുമെന്നും അതിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഇതിനെ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത്. എന്നാൽ ഈജിപ്ത്, ജോർദാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനെ ശക്തമായി എതിർത്തു. തൽഫലമായി യുദ്ധം ആരംഭിച്ചു. അങ്ങനെ 1948 ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു വശത്ത് വളരെ ശക്തമായ ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ സഖ്യം, മറുവശത്ത് ഈജിപ്തും ജോർദാനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ. പലസ്തീനിന്റെ മൊത്തം ഭൂമിയുടെ 79% ഇസ്രായേൽ പിടിച്ചെടുത്തു. എന്നാൽ വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ കിഴക്കൻ ജെറുസലേം ജോർദാനിലേക്കും ഗാസ ഈജിപ്തിലേക്കും വീണു. 79% ഭൂമിയും അവരുടെ കൈവശമാണെങ്കിലും അവ വെറും ഭൂമി മാത്രമാണ്. എന്നാൽ ജോർദാനും ഈജിപ്തും ജനസംഖ്യയുടെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു. അതുകൊണ്ട് ഇത് ഇസ്രായേലിന് നാണക്കേടായി. ഇതിനെ തുടർന്ന് 1967 ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. 6 ദിവസം യുദ്ധം നീണ്ടുനിന്നു. ഇതിൽ ജോർദാനും ഈജിപ്തും അമേരിക്കയുടെ സഹായത്തോടെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. അന്നുമുതൽ ഇസ്രായേൽ പറയുന്നതെന്തും പലസ്തീനിലെ നിയമമാണ്. ഇസ്രായേലിനെതിരെ സംസാരിച്ചാൽ ജയിലിലടയ്ക്കും. ഒരുമിച്ച് പോരാടിയാൽ രാജ്യത്ത് വെള്ളമോ ഭക്ഷണമോ വൈദ്യുതിയോ ലഭിക്കില്ല. അങ്ങനെ ഈ സ്ഥിതിക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നതിനാണ് പലസ്തീൻ വിമോചന സംഘടനകൾ രൂപീകരിക്കുന്നത്. ആ വിമോചന സംഘടനയാണ് ഹമാസ്. രാഷ്ട്രീയമായും സൈനികമായും ഹമാസ് എന്തിനും തയ്യാറായി. 2023 ഒക്ടോബറിലാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. മറുപടിയായി ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ഹമാസ് അംഗങ്ങളെക്കാൾ കൂടുതലും ഒരു തെറ്റും ചെയ്യാത്ത ഗാസയിലെ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. 42,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആരൊക്കെ എന്തു പറഞ്ഞിട്ടും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചില്ല. ഒടുവിൽ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലിലൂടെ യുദ്ധം അവസാനിച്ചു. ഇരുവശത്തും ബന്ദികൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ കോപം അടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈജിപ്ത് എംപി മുസ്തഫ ഇസ്രായേലിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ചെറിയ തെറ്റുപോലും ചെയ്താൽ അടുത്ത നിമിഷം ഞങ്ങൾ തെല്ലവീവ് പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പലസ്തീനെ പിന്തുണച്ചുകൊണ്ടല്ല മുസ്തഫ ഇത് പറഞ്ഞത്. ഈജിപ്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈജിപ്തിന്റെ മുന്നറിയിപ്പിനെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ വീക്ഷണം ജാഗ്രതയോടെ തന്നെ സ്വീകരിക്കേണ്ടി വരും. ചരിത്രപരമായി 1978 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടികൾക്ക് ശേഷം ഈജിപ്തും ഇസ്രായേലും ദുർബലമായ ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിന് അമേരിക്ക സൗകര്യമൊരുക്കി കൊടുത്തെങ്കിലും 1973 യോം കിപ്പൂർ യുദ്ധം പോലുള്ള വർദ്ധിച്ച സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലഘട്ടം ഇരു രാജ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. സമീപ വർഷങ്ങളിൽ ഇസ്രായേലിനും പലസ്തീൻ വിഭാഗങ്ങൾക്കുമിടയിൽ, പ്രത്യേകിച്ച് ഗാസയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഈജിപ്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈജിപ്തിന്റെ മുന്നറിയിപ്പിനെ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും സ്ഥിരത നിലനിർത്താനുമുള്ള ശ്രമമായി കാണാൻ കഴിയും. നിലവിലുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, മേഖലയിലെ ഇറാന്റെ സ്വാധീനം, ഗസയിലെയും സിനായിലെയും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ചലനാത്മകതയുടെ പശ്ചാത്തലത്തിൽ ഈജിപ്തിന്റെ മുന്നറിയിപ്പിനെ ഇസ്രായേൽ വിലയിരുത്താൻ സാധ്യതയുണ്ട്. ഈജിപ്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും സാമ്പത്തിക സാഹചര്യവും ഇസ്രായേൽ പരിഗണിച്ചേക്കാം. ഇത് ഇസ്രായേലിന്റെ വിദേശനയ തീരുമാനങ്ങളെ ബാധിച്ചേക്കാം. ഈജിപ്തിന്റെ മുന്നറിയിപ്പിനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മുന്നറിയിപ്പിന്റെ പ്രത്യേക സ്വഭാവം, ഇസ്രായേൽ ഈജിപ്ത് ബന്ധങ്ങളുടെ നിലവിലെ അവസ്ഥ, പ്രാദേശിക സാഹചര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.